ജംഷീർ കൊടിഞ്ഞൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജംഷീർ, ഈ ലീഗിൽ 2 അധികാര കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടിയും. ഈ 2 കേന്ദ്രങ്ങൾക്കെതിരെയും വലിയ വിമർശനം എന്ന് വെച്ചാൽ ഈ 2 പേരെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് PMA സമീറിന്റെ കാര്യത്തിൽ ഇന്നലെ രണ്ടത്താണി പോസ്റ്റ് ചെയ്തത്. അപ്പോൾ CPM-ലൊക്കെ ആണെങ്കിൽ നടപടിയെടുക്കേണ്ട സമയം കഴിഞ്ഞു. രണ്ടത്താണിയുടെ കാര്യത്തിൽ എന്താണ് ലീഗിന്റെ പ്ലാൻ? ഏത് തരത്തിലുള്ള കൂടിയാലോചനയാണ്? സാദിഖലി തങ്ങൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് അങ്ങനെ രണ്ടത്താണിയെ പോലെയുള്ള ഒരാളൊന്നും പാർട്ടിയിൽ നിന്ന് പോകില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും നേതൃത്വം രണ്ടത്താണി പാർട്ടി വിടുന്നതിന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? പാർട്ടി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ രണ്ടത്താണിയുടെ കാര്യത്തിൽ എന്താണ് അവരുടെ പ്ലാൻ? സൈഫു, നമ്മൾ ഇപ്പോൾ ഏറ്റവും അവസാനമായി പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ഇനി ഒരു അനുനയ നീക്കത്തിന് ശ്രമം നടത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി പുറത്തേക്ക് എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ 2, അതായത് മുസ്ലിം ലീഗിൽ നിന്ന് അതോടൊപ്പം തന്നെ CPM നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്. കാരണം അദ്ദേഹം ആ ചർച്ച നടത്തി, ആ ചർച്ച വീണ്ടും പുരോഗമിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അല്പം മുമ്പ് വിജയരാഘവൻ നമ്മോട് സംസാരിച്ചപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി വരുന്ന കാര്യം തള്ളാതെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. മാത്രമല്ല, ഈ നേരത്തെ യൂനിസ് സൂചിപ്പിച്ചതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി പാർട്ടിയെ എപ്പോഴും ഏത് ഘട്ടത്തിലും പാർട്ടിക്കൊപ്പം നിന്നിരുന്ന, ലീഗിനൊപ്പം നിന്നിരുന്ന ഒരു നേതാവ് കൂടി, ഏറ്റവും നല്ലൊരു നേതാവാണ് എന്ന തരത്തിൽ അദ്ദേഹം പരാമർശം നടത്തുക. അതോടൊപ്പം തന്നെ അദ്ദേഹം വരുമോ എന്ന കാര്യത്തിൽ ആദ്യം തള്ളാതെ, അതായത് CPM-ന്റെ സ്ഥാനാർത്ഥിയാകുമോ എന്ന് സംബന്ധിച്ച് ആ ചോദ്യത്തിന് അദ്ദേഹം തള്ളാതെയാണ് മറുപടി നൽകിയത്. മാത്രമല്ല, അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വിജയരാഘവൻ പറയുന്നുമുണ്ട്. അദ്ദേഹവുമായി അടുപ്പമുള്ളതാണ്, അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ഏതായാലും ഈ വിജയരാഘവൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ UDF-ൽ നേരത്തെയൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDF-ൽ കോൺഗ്രസിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മുസ്ലിം ലീഗിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യം, നിലവിലുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം മുതലെടുക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം എന്നുള്ള കാര്യം ഇപ്പോൾ നിലപാട് ഇപ്പോൾ വിജയരാഘവൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി വിജയരാഘവൻ പറയുന്നുണ്ട്. ഇപ്പോൾ 3 മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുമാത്രമല്ല, മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മാറ്റും. ഈ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണോ എന്ന് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ ആ മണ്ഡലങ്ങളിൽ നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മാറ്റാനുള്ള നടപടി അല്ലെങ്കിൽ മാറ്റുന്ന കാര്യം തീരുമാനിക്കും, പരിഗണിക്കും. അങ്ങനെ നിലപാട് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യും എന്ന് കൃത്യമായി വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ വിജയരാഘവന്റെ പ്രതികരണം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം തള്ളുന്നില്ല. CPM മാറിയ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മാറിയേക്കാം. ഇടത് MLA-മാരുടെ എണ്ണം കൂട്ടാൻ എന്തും ചെയ്യുമെന്നാണ് PB അംഗം കൂടിയായ വിജയരാഘവൻ പറഞ്ഞത്. വിജയരാഘവന്റെ പ്രതികരണം വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. യൂനിസിലേക്ക് പോകുന്നു. യൂനിസ്, ഇപ്പോൾ തിരൂരങ്ങാടിയാണ് അവസാന നിമിഷം വരെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സീറ്റ്. ഇപ്പോൾ തിരൂരങ്ങാടി കിട്ടുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു അവസാന നിമിഷം വരെ അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ തിരൂരങ്ങാടിയിൽ PMA സമീറിനെ ലീഗ് നിശ്ചയിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ അസ്ഥാനത്താകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ CPM-ലേക്ക് പോകുമ്പോൾ തിരൂരങ്ങാടിയിൽ തന്നെ നിൽക്കണമെന്നതായിരിക്കുമോ രണ്ടത്താണി CPM നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നുണ്ടാവുക? CPM നേതൃത്വം തിരിച്ച് ഏത് സീറ്റുകളൊക്കെയാണ് രണ്ടത്താണിയോട് പറയുന്നത്? അങ്ങനെ CPM-ന്റെ ആവശ്യത്തിനൊത്തു വഴങ്ങാൻ ഇപ്പോൾ തിരൂരിലേക്കോ അല്ലെ താനൂരിലേക്കോ വള്ളിക്കുന്നിലേക്കോ ഒക്കെ മാറാൻ പറഞ്ഞാൽ അങ്ങനെ ആ നേതൃത്വം പറയുന്നതനുസരിച്ച് വഴങ്ങി ഏത് സീറ്റിലും നിൽക്കാൻ രണ്ടത്താണി തയ്യാറാകുമോ? അതോ തിരൂരങ്ങാടി തരികയാണെങ്കിൽ നിൽക്കാം എന്നൊരു പ്ലാൻ ആയിരിക്കുമോ രണ്ടത്താണിക്കുണ്ടാവുക? സൈഫുദ്ദീൻ, നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടത്താണിക്ക് ഇപ്പോൾ തിരൂരങ്ങാടി സീറ്റിനോടാണ് രണ്ടത്താണിക്ക് താല്പര്യം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ പോലും കേവലം ഒരു 8,000-7,000 ഭൂരിപക്ഷത്തിനാണ് അവിടെ KPA മജീദ് വിജയിച്ചത്. UDF മണ്ഡലമാണെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലീഗിൻ്റെ വോട്ട് കൂടി നേടി അവിടെ വിജയിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് രണ്ടത്താണി പങ്കുവെക്കുന്നത്. മറ്റൊരു സീറ്റ് എന്നുള്ളത് താനൂരാണ്. താനൂർ നമുക്ക് അറിയാം, 2 തവണ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി വിജയിച്ച മണ്ഡലമാണ്. ഒരു തവണ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ അതിനു മുമ്പുള്ള
തവണ പരാജയപ്പെടുകയും ചെയ്തു. ഏതായാലും അത് പരിചയമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഈ 2 മണ്ഡലമാണ് പ്രധാനമായി CPM മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായി ഈ രണ്ടത്താണിക്ക് ആവശ്യമുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടി PMA സമീറാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ മാനേജ്മെൻറ്റ് രംഗത്തും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ രംഗത്തും ഈ സജീവമായി നിൽക്കുന്ന PMA സമീറിനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് സീറ്റ് നൽകുകയായിരുന്നു. ഇതിനെതിരെയാണ് അദ്ദേഹം വിമർശിച്ച് രംഗത്തെത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ തന്നെ മത്സരിച്ച് ഒരു പോരാട്ടം കാഴ്ചവെക്കാം എന്നൊരു നിലപാടിലേക്കാണ് ആ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ രണ്ടത്താണിൻ്റെ ഒരു തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും CPM നേതാക്കളുമായുള്ള ചർച്ച ഇപ്പോൾ തുടരുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് സീറ്റും നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. താനൂർ നമുക്കറിയാം ഈ അബ്ദുറഹ്മാന് താല്പര്യമില്ല മത്സരിക്കാൻ. അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റി താനൂരിൽ വേണമെങ്കിൽ രണ്ടത്താണിയെ കൊണ്ടുവരാം. അല്ലെങ്കിൽ തിരൂരങ്ങാടി നമുക്കറിയാം CPIയുടെ സീറ്റാണ്. നിയാസ് പുളിക്കലത്തൊക്കെ മത്സരിച്ച സീറ്റ് കൂടിയാണ്. സ്വാഭാവികമായിട്ട് LDFന് പ്രതീക്ഷയില്ലാത്തൊരു സീറ്റാണ്. അവിടെ ഒരു ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുമ്പോൾ ആ ഒരു സാധ്യതയും ഇപ്പോൾ LDF പരിശോധിക്കുകയും ചെയ്യുന്നു. ഏതായാലും രണ്ടത്താണിക്ക് നൽകേണ്ട ഏത് സീറ്റായാലും നൽകാമെന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് CPM പോകുന്നത്. രണ്ടത്താണിയെ സംബന്ധിച്ചിടത്തോളം തിരൂരങ്ങാടിയിലാണ് താൻ വിമർശനം ഉന്നയിച്ചത്. ആ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് താൻ വിമർശനം ഉന്നയിച്ചത്. അവിടെ എത്തി ഒരു ലീഗിൻ്റെ ഒരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ താൻ ലീഗിൻ്റെ ഒരു നിലപാട് മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ താൻ എതിർത്തിട്ടില്ല. ലീഗിൻ്റെ വേദികളിൽ കാണാത്ത ഇപ്പോൾ ഈ അടുത്ത ദിനങ്ങളിലായി വന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സീറ്റ് നൽകുന്നു, കാലങ്ങളായി ലീഗിൽ പ്രവർത്തിക്കുന്നവരെ തഴയുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ച ആ ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിനെതിരെയാണ്. അപ്പോൾ തിരൂരങ്ങാടി തന്നെ മത്സരിച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാം എന്ന് തന്നെയാണ് രണ്ടത്താണിയുടെ തീരുമാനം. സൈഫു.